ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാസ്ഫോടെക്. നാസ്ഫോടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ വന്നിട്ടുള്ളത് ഒരു ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബഡ്ജറ്റ് ലെവലിൽ നല്ല ഹൈ ക്വാളിറ്റി തരുന്ന നല്ലൊരു ക്യാമറയാണ്, മിറർലെസ് ക്യാമറയാണ്. അതുപോലെ തന്നെ വ്ളോഗിങ്ങിനും നിങ്ങൾക്ക് ഇൻഡോർ വീഡിയോ എടുക്കാനൊക്കെ സാധിക്കുന്ന നല്ലൊരു അടിപൊളി ക്യാമറയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ക്യാമറയുടെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ക്യാമറയുടെ കൂടെ എന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നോക്കാം. ഏതാണ് ക്യാമറ എന്നൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടുണ്ടാകും. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് നല്ല വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ. ഇതിൻ്റെ കൂടെ ഒരു മെമ്മറി കാർഡ് ലഭിക്കുന്നുണ്ട്. 64 GB മെമ്മറി കാർഡാണ്. ഇവിടെ ഉണ്ടായിരുന്നാണ് ഷോപ്പുകാർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നതാണ്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് യൂസർ മാനുവലും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൽ യൂസർ മാനുവൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാണ്. ഇൻസ്റ്റലേഷന് വേണ്ടിയുള്ള ഡെഡിക്കേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ക്യാമറയാണ് സാധനം. നമ്മുടെ ക്യാമറ വരുന്നത് ബാറ്ററി ഇടാനായിട്ട് ബാക്കിലുള്ള ഇത് ടോപ്പ് ഓപ്പൺ ചെയ്യാം. ശേഷം ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ഇനി പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ SD കാർഡ് എടുത്ത് തന്നെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. SD കാർഡ് ഇതിൻ്റെ ഈ ബാറ്ററിൻ്റെ അപ്പുറത്തായിട്ടാണ് SD കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ക്യാമറൻ്റെ മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഇത് വരുന്നത് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ബട്ടണും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ബട്ടണുമാണ്. ഈ ലെൻസ് ഇലക്ട്രിക്കൽ സൂമിനും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണിത്. നമുക്ക് ഓണാക്കി ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസും ഡീഫോക്കസും ചെയ്യാനുള്ള ബട്ടണാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ഇത് ഓണാക്കാനും ഓഫാക്കാനുള്ള ബട്ടണാണ്. ഫോട്ടോ വീഡിയോ അതുപോലെ തന്നെ മോഡ് മാറ്റാനുള്ളതാണ്. ഇത് സ്ക്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. ഇതാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. സോണി ZV-10 4K എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് മെനു ബട്ടൺ അതുപോലെ തന്നെ ഫംഗ്ഷൻ ബട്ടൺ ഡിസ്പ്ലേ ബട്ടൺ ഇതൊക്കെ ബട്ടൺസ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബട്ടണൊക്കെ ലാസ്റ്റ് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ USB-C ഉണ്ട്. അതുപോലെ തന്നെ HDMI ഉണ്ട്. പിന്നെ ഹെഡ്ഫോണുള്ള പോർട്ടുണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് എങ്ങനെ കേൾക്കുന്നത് അറിയാനായിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മൈക്കിൻ്റെ പോർട്ട് വരുന്നത്. ഇവിടെയാണ് അതിലാണ് മൈക്കിൻ്റെ പോർട്ട് വരുന്നത്. പിന്നെ അത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ബട്ടണും വേറെ കാര്യങ്ങളൊന്നുമില്ല. സ്ക്രീൻ നമുക്കൊന്ന് ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ട് വലിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കും ഇത് ക്യാമറ പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പിടിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ അത് ഇങ്ങനെ പിടിച്ചിട്ടാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ക്യാമറ ഒന്ന് ഓണാക്കുന്നുണ്ട്. ഈ ബട്ടൺ ഓണാക്കുകയാണ്. ഇപ്പോൾ ക്യാമറ ഓണായപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണം ഞാനിവിടെ ഇതിൻ്റെ ലെൻസിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. ലെൻസിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ട എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തേക്ക് കൊടുത്തിട്ട് സ്റ്റഡി ഷോട്ട് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നടന്നൊക്കെ വ്ളോഗ് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. ആക്റ്റീവ് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രോപ്പ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് വിൻഡ് നോയ്സ് ഡിറ്റക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കാവുന്നതാണ്. ഫയൽ ഫോർമാറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. വീഡിയോ 2 എന്നുള്ളതിൽ 9ാമത്തെയാണ്. അതിൽ ഫയൽ ഫോർമാറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4K റെക്കോർഡ് ചെയ്യുന്നത്. 4K കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HD കാണാൻ സാധിക്കും. 4K കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റെക്കോർഡിംഗ് സെറ്റിങ്സ് എന്നുള്ള കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് FPS ഒക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 25 ഫ്രെയിം പെർ സെക്കൻഡിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. HD സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 50 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഏതാ വേണ്ടെന്നുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള 2 സെറ്റിങ്സാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ മെനുവിലോട്ട് വരാം. FN എന്നുള്ള ഈ ബട്ടൺ അമർത്താം. ഇവിടെ ഒരു ക്യാമറൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിലേക്ക് കൊടുത്തതിന് ശേഷം ഈ സെൻട്രൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഷൂട്ടിംഗ് മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഇൻ്റലിജൻറ്റ് ഓട്ടോ എന്ന മോഡാണ്. അതായത് നിങ്ങൾക്ക് ക്യാമറ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ. ഈ ഇൻ്റലിജൻറ്റ് ഓട്ടോ എന്ന മോഡ് സെലക്ട് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ താഴെ കാണാൻ സാധിക്കും പ്രോഗ്രാം ഓട്ടോ എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി സെറ്റ് അപ്പച്ചർ ആൻഡ് ഷട്ടർ സ്പീഡും അപ്പച്ചർ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
പിന്നെ വരുന്നത് അപ്പച്ചർ പ്രയോറിറ്റിയാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഷട്ടർ പ്രയോറിറ്റി, അതായത് നിങ്ങൾക്ക് നല്ല സ്പീഡ് പോകുന്ന, അതായത് വണ്ടി മൂവ് ചെയ്യുന്ന വണ്ടീൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാനുവൽ മോഡാണ്. അത്യാവശ്യം അറിയുന്നുണ്ടെങ്കിൽ മാനുവൽ മോഡാണ് ഏറ്റവും നല്ല മോഡ് എന്ന് പറയുന്നത്. മാനുവൽ മോഡാണ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറെ 2 മോഡുകളുണ്ട്. MR1 എന്ന മോഡുണ്ട്, പിന്നെ സ്വീപ്പ് പനോരമ എന്ന് പറഞ്ഞ മോഡുണ്ട്. കുറച്ച് വൈഡായിട്ട് കിട്ടും. അപ്പോൾ മെയിനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇത്ര തന്നെയുള്ളൂ. ഞാൻ ഇതിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റഡി ഷോട്ട് ഓഫ് ആക്കിയിട്ടാട്ടോ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണാം, ഇതിൽ നല്ല ഷേക്ക് കാണുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഓട്ടോ ഇൻ്റലിജൻ്റ് എന്നൊരു മോഡ് ഉണ്ടാവും. മോഡ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഞാൻ എപ്പോൾ അത്യാവശ്യം നല്ല ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സ്റ്റഡി ഷോട്ടിൻ്റെ ആക്റ്റീവ് എന്ന മോഡ് ഉപയോഗിച്ചിട്ടാണ്, മോഡിലിട്ടിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഷേക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതായത് നോർമൽ നടക്കുകയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക, നല്ല ഓടിച്ചാടി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അത് ഗോപ്രോൻ്റെ സ്റ്റെബിലൈസേഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, നട്ടുവെച്ച് നേരെ ഇട്ട് അതാണ് ഇങ്ങനെ നല്ല വെയിലടിക്കുന്നത്. ഓക്കെ, ഞാനിനി ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇതൊന്ന് ക്രോപ്പായിട്ടുണ്ട്. ഒന്നുകൂടി ഇതിൻ്റെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് ഇട്ടത് കൊണ്ട് തന്നെ. ഞാൻ അങ്ങനെ ആക്റ്റീവ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ട് അൺഹെൽത്തി ആയിട്ട് ഞാൻ വേറെ ചില മിനി ട്രൈപ്പോഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ഷേക്ക് ഉണ്ട് എന്നുള്ളത്. നല്ല വെയിലുണ്ട് കേട്ടോ, അതാണ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓട്ടോ ഇൻ്റലിജൻ്റ് മോഡിലാണ്. ഓക്കെ, നല്ല ബ്രൈറ്റ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, നല്ല വെയിലാണ്. ആക്റ്റീവ് മോഡിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഓട്ടോ ഇൻ്റലിജൻ്റ് മോഡാണ്. ഓട്ടോ ഇൻ്റലിജൻ്റ് മോഡിൽ ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കിയിട്ടുള്ള ഫുട്ടേജാണ്. ഞാൻ സാധാ നോർമലായിട്ട് നടക്കുന്നത്, ഓവർ ഹെവി ആയിട്ട് നടക്കുന്നില്ല. സാധാ നോർമലായിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. നോയ്സ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം, ഇതില്ലാതെയാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ സോണി ZV-10 എന്ന ഈ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടാകും. ഞാൻ ഓട്ടോ ഇൻ്റലിജൻ്റ് എന്ന മോഡിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ മോഡിൽ ഷൂട്ട് ചെയ്യാൻ കാരണം ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ്. നമുക്ക് എല്ലാവർക്കും ക്യാമറയെക്കുറിച്ച് വലിയ അറിവുകളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് 100% കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കിറ്റ് ലെൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനേക്കാൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ലെൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്നുകൂടി നല്ല ബ്ലർ ആയിട്ടുള്ള നല്ല അടിപൊളി ഫുട്ടേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡീഫോക്കസ് ചെയ്തിട്ടാണുള്ളത്. ഞാൻ ഇനി ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം.
ഓക്കെ, ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വലിയ ബ്ലറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിക്കില്ല, കാരണം ചെറിയ രീതിയിലെ വ്യത്യാസം കാണിക്കുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ കിറ്റ് ലെൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈം ലെൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബ്ലർ ഉണ്ട് എന്നാൽ കൂടി നല്ല ഹൈ ആയിട്ടുള്ള ബ്ലർ കിട്ടത്തില്ല. കാരണം പ്രൈം ലെൻസ് യൂസ് ചെയ്യണം, എന്നാലേ നല്ല ബ്ലർ കിട്ടത്തുള്ളൂ. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊടൈക്കനാൽ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നാസ്ഫോർ വ്ളോഗ്സ് എന്ന ചാനലിൽ അടുത്ത ദിവസങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഈ ക്യാമറയെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ അത് റീപ്ലൈ തരുന്നതായിരിക്കും. എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാം ഈ ക്യാമറ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ. ഗുഡ് ബൈ.